സംഗീത ഉപകരണങ്ങളിലൂടെ വിസ്മയം തീർക്കുന്ന ഒരു 10 വയസ്സുകാരൻ തൃശ്ശൂരിലുണ്ട്. പഴുവിൽ ഗോകുലം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണു പ്രയാഗ്. ഒന്നിലധികം സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിലും ഡ്രംസിനോടാണ് നമ്മുടെ വിഷ്ണുവിന് ഒരു ഇച്ചിരി ഇഷ്ടക്കൂടുതൽ. ചെറുപ്രായത്തിലെ സംഗീതത്തെ നെഞ്ചിലേറ്റിയ ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം തന്നെ നിരവധി അംഗീകാരങ്ങളും നേടിയെത്തിയിട്ടുണ്ട്. മനസ്സിൽ തോന്നുന്ന സംഗീതത്തെ ചടുല താളങ്ങളായി അവതരിപ്പിക്കുക എന്നത് 10 വയസ്സുകാരൻ വിഷ്ണു പ്രയാഗിന്റെ ഇഷ്ടവിനോദമാണ്. കണ്ടു നിൽക്കുന്നവരൊക്കെയും അമ്പരപ്പിക്കും വിധമാണ് വിഷ്ണുവിന്റെ പ്രകടനം. തൃശൂർ പഴുവിൽ ഗോകുലം പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണുവിനെ പ്രശസ്ത ഡ്രമ്മർ ശിവമണിയെ പോലെയാകണമെന്നാണ് ആഗ്രഹം. ആ ലക്ഷ്യം മുൻനിർത്തി പഠനത്തിനൊപ്പം പ്രത്യേകമായി സമയം കണ്ടെത്തിയാണ് അവൻ കഠിനമായി പരിശ്രമിക്കുന്നത്. അതിന് ആവശ്യമായ സപ്പോർട്ടൊക്കെ ടീച്ചേഴ്സും എല്ലാ സ്റ്റുഡൻസും ഒക്കെ എനിക്ക് തരുന്നുണ്ട്. പിന്നെ വയലിൻ, പാട്ട്, കരാട്ടെ, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് തരുന്നുണ്ട്. ഡ്രംസിൽ മാത്രം ഒതുങ്ങുന്നതല്ല വിഷ്ണു പ്രയാഗിന്റെ വൈദഗ്ധ്യം. വയലിൻ, പിയാനോ, ഹാർമോണിയം, ഗിറ്റാർ എന്നിങ്ങനെ സംഗീത ഉപകരണങ്ങളും അവൻ നിസ്സാരമായി കൈകാര്യം ചെയ്യും. ലണ്ടൻ ആസ്ഥാനമായുള്ള ട്രിനിറ്റി കോളേജിൽ ഓൺലൈനായി ഡ്രംസ് പരിശീലിക്കുന്ന വിഷ്ണു നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് സ്കൂളിലെ കൂട്ടുകാരും അധ്യാപകരും പറയുന്നു. സംഗീതമേ അമര സല്ലാപമേ മണ്ണിനു വിണ്ണിന്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന. സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും കൈവെക്കാൻ സ്കൂളിലെ പഠന നിലവാരത്തോടൊപ്പം തന്നെ വീടുകളിൽ ചെന്നിരുന്ന് വയലിൻ, ഡ്രംസ്, ഗിറ്റാർ, കീബോർഡ് തുടങ്ങിയ എല്ലാ ഇൻസ്ട്രുമെന്റുകളും ഒരേ സമയം പഠിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു മ്യൂസിഷ്യനായി മാറാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടി നടത്തുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ സംഗീതാഭിരുചി പ്രകടിപ്പിച്ച വിഷ്ണുവിന് മാതാപിതാക്കളായ വിഷ്ണുപ്രിയയും അരുൺ അശോകരും വലിയ പ്രോത്സാഹനമാണ് നൽകിയത്. 5ാം വയസ്സിൽ മനോജ് ചെറുശ്ശേരിയുടെ ശിഷ്യനായതു മുതൽ സംഗീതം അവന്റെ ജീവിതത്തിൽ തന്നെ ഭാഗമായി. സംഗീതത്തിനൊപ്പം കരാട്ടെയും പരിശീലിക്കുന്ന വിഷ്ണു പ്രയാഗ് ഏഷ്യ ബുക്ക്, ഇന്ത്യ ബുക്ക് റെക്കോർഡ് നേട്ടങ്ങൾക്കും ഉടമയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.